എന്ത് പ്രയാസങ്ങൾ വന്ന് പറഞ്ഞാലും നമ്മളെ നിവർത്തിച്ചു തരാൻ നമ്മളൊപ്പം കൂടെ നിന്ന ഷാഫിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രഗത്ഭരെ, സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇത്തരം പ്രോഗ്രാമുകൾക്ക് ഈ രാജ്യത്തിനെ തന്നെ പ്രയാസപ്പെടുത്തുന്ന ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ഈ സമയത്ത് ഞങ്ങളെപ്പോലുള്ളവർ ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോഴും അതിനെന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോഴും ഒക്കെ കൂടെ നിൽക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യതയുടെ പുറത്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന സമയത്ത് ചെയ്തു വെക്കുന്ന എല്ലാ നന്മകളും എല്ലാ നല്ല കാര്യങ്ങളും പേറിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ ചെറുപ്രായത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള എന്ത് പ്രയാസങ്ങളോ എന്ത് പ്രശ്നങ്ങളിലോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കുന്ന കാലം മുഴുവൻ നമ്മൾ ആ പ്രയാസവും തലയിൽ ഏറിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന ഈ സമയത്ത് ഇന്നൊരു വീഡിയോ കാണാൻ ഇടയായി. ഒരു ഫ്യൂവൽ സ്റ്റേഷൻ, അതായത് പെട്രോൾ പമ്പിൽ ഒരു വയോധികനായിട്ടുള്ള ഒരു ജോലിക്കാരനെ ഒരു സിനിമാ സ്റ്റൈലിൽ നെഞ്ചത്തേക്ക് ചവിട്ടുന്ന ഒരു രംഗം എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മളെ നടീനടന്മാരൊക്കെ ഒരു ഭീകരനെയോ അല്ലെങ്കിൽ ഒരു ഗുണ്ടയെയോ ഒക്കെ ചവിട്ടി നമുക്ക് കാണാം. പക്ഷേ ആ ഒരു സിനിമാ നടൻ്റെ ബോഡി ലാംഗ്വേജോട് കൂടി ഒരു പെട്രോൾ പമ്പിൽ ചെറിയ സാലറിക്ക് ജോലി ചെയ്യുന്ന ഒരു വൃദ്ധനെ നെഞ്ചത്തേക്ക് ചവിട്ടുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ പോക്ക്? ഒരു കുടുംബം പുലർത്താൻ വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളുടെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയുള്ള രംഗങ്ങൾ നമ്മൾ കാട്ടിക്കൂട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് റോഡിലും ബിൽഡിങ്ങുകളിലുമൊക്കെ CCTV ക്യാമറയും നമ്മുടെയൊക്കെ പോക്കറ്റുകളിൽ, ഞാനൊരു ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഫോണുകളിലൊക്കെ ഹൈ ക്വാളിറ്റി ക്യാമറയിലുള്ള ഫോണുകളൊക്കെ പിടിച്ചിരിക്കുന്ന നമ്മൾ റോഡിലിറങ്ങി ചെയ്യുന്ന ഓരോ തെറ്റുകളും ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പാകത്തിന് സജ്ജമാണ് നമ്മുടെ ടെക്നോളജി. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ചെറിയ സമയത്തേക്ക് തോന്നുന്ന ഒരു തെറ്റിനെ കാലാകാലം അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. കാലാകാലം ഇന്ന് ആ പെട്രോൾ പമ്പിൽ ആ വയോധികനെ ചവിട്ടിയ അവന്റെ ജീവിതകാലം മുഴുവൻ അത് സോഷ്യൽ മീഡിയയിൽ പതിഞ്ഞതുകൊണ്ട് തന്നെ കാലാകാലം മരിക്കുന്നത് വരെ ഈ ഒരു തെറ്റിനെ പശ്ചാത്തപിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും നമ്മളെ കാണാൻ, നമ്മളെ ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകൾ ഈ ലോകത്തുണ്ട്. കഞ്ചാവ് വിൽക്കുന്നത് കാണാൻ ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകൾ ഇന്ന് ഈ സ്ഥലത്തുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് വീടി വലിക്കുന്നത് ഒപ്പിയെടുക്കാൻ, നമ്മൾ ഡ്രഗ്സ് അടിക്കുന്നത് ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകൾ ഉണ്ട് എന്നൊരു ധാരണ ഓരോ യുവാക്കൾക്കും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ, നമ്മളുടെ ഒരു ഫോട്ടോസോ ഒരു വീഡിയോസോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യപ്പെട്ടാൽ കാലാകാലം മരിക്കുന്ന കാലത്തോളം നമ്മൾ അതിന് വേദന തിന്നുകൊണ്ട് കാണേണ്ടി വരും. നമുക്കറിയാലോ, വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന ഒരു ചേട്ടന്റെ ഫോട്ടോ കാണാം, അച്ചപ്പ പൊട്ടെന്ന് പറയുന്ന എല്ലാ വിഷുവിനും ആ ഒരു വീഡിയോസ് കയറി വരും. ഇതുപോലുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പെട്രോൾ പമ്പിലോ നമ്മളെപ്പോൾ സാധാരണ ജോലി ചെയ്യുന്ന ഒരാളെയും, നമുക്ക് ഒത്തരില്ലാത്ത ഒരാളെയും നിങ്ങൾ അടിക്കാനോ പ്രയാസമില്ല, അല്ലെങ്കിൽ തന്നെ അടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിയമപാലകരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തിൻ്റെങ്കിലും വികാരത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്ത് കൂട്ടിയാലും ജീവിക്കുന്ന കാലത്തോളം നമ്മളത് ആ ഒരു പ്രയാസം നമ്മുടെ ചുമലിൽ ഏറ്റിക്കൊണ്ട് നടക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.